കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഏകദേശം 7-8 ബസ്സോളം മാറിക്കയറി. നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനുള്ളത് കൊണ്ട് 8 ബസ്സുകളോളം ഞാൻ മാറിക്കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ ബസ്സുകളിലൊക്കെ കയറി ഞാൻ വീട്ടിൽ എത്തിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഈ ബാക്കി കിട്ടാനുള്ള ചില്ലറ മാത്രം ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുമ്പോൾ 37 രൂപയോളം എനിക്ക് കിട്ടാറുണ്ട്. 37 രൂപ എനിക്ക് കിട്ടാറുണ്ട്. ഈ 2 റുപ്യ 7 റുപ്യ വരെ എനിക്ക് കിട്ടാത്തതുണ്ട് ബാക്കി. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ 37 രൂപയോളം കിട്ടാനുണ്ട്. അപ്പം നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ 13 രൂപയാണ് ടിക്കറ്റ് എങ്കിൽ, അല്ലെങ്കിൽ 15 രൂപയാണ് ടിക്കറ്റ് എങ്കിൽ നമ്മളോട് ആദ്യം തന്നെ ഇവരൊരു കാര്യം ചോദിക്കും. എന്ത്? 5 ഉണ്ടോ എന്ന് ചോദിക്കും. 15 ആണെങ്കിൽ നമ്മൾ 20 കൊടുത്താൽ 5 ഉണ്ടോ എന്ന് ചോദിക്കും. ഇനി ടിക്കറ്റ് 13 ആണെങ്കിൽ നമ്മൾ 20 കൊടുത്താൽ 3 ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും ഇല്ല, ചില്ലറൊന്നും ഇല്ല എന്ന് പറയും. എന്നാൽ തരട്ടാന്ന് പറയും. അപ്പം ഈ 3 ഉണ്ടോ 5 ഉണ്ടോ എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നത് ഒരു വടിയിട്ട് തരാണ്. എന്താണ് അതിന് വരുന്നൊരു ധ്വനി? എന്താണ്? എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിൽ ബാക്കിയില്ല, അത് കിട്ടൂല. അങ്ങനെ ഏകദേശം ഒരു ബസ്സിൽ നിന്ന് ഞാൻ 7 രൂപ ബാക്കി എനിക്ക് തരാണ്ടായിരുന്നു. 13 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, 7 രൂപ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ ഞാൻ ചോദിച്ചു. അങ്ങനെ 2 തന്നു. തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് നമുക്കത് തരാമെന്നുള്ളത്. അങ്ങനെ ബാക്കി 5 ഞാൻ ഒരു വട്ടം ആദ്യം തരാമെന്ന് പറഞ്ഞു, പിന്നെ 2 തന്നു. മൂന്നാമത് ചോദിക്കാൻ ബസ് നിർത്തി. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ബസ്സിൽ നിറയെ ആളുകളാണ്. ഞാൻ പിന്നിൽ കൂടെയാണ് ഇറങ്ങിയത്, ഫ്രണ്ടിലാണ് കണ്ടക്ടർ ഉള്ളത്. നിറയെ ആളുകളാണ്, നല്ല തിരക്കാണ്. കണ്ടക്ടറെ കാണാനും പറ്റിയില്ല. ഞാൻ ഇറങ്ങി, അവിടെ ഇറങ്ങാനുള്ള 3-4 ഇറങ്ങിയതോടുകൂടി ബസ് ടിൻഡിന്താ പോയി. ബസ് പോയി, എൻ്റെ 5ഉം പോയി. ഈ രൂപത്തിൽ നല്ലൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേന് പോയി. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി കിട്ടൂല. എന്തിനാണ് നമ്മൾ ഈ ചില്ലറ അവരോട് ചോദിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളോട് എന്തിനാണ് ഇവർ ഈ ചില്ലറ തരണം എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരുപാട് സൗകര്യങ്ങൾ, ഇപ്പോൾ ഈ ചില്ലറ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സൗകര്യം. ഇപ്പോൾ ഈ ഗൂഗിൾ പേയിൽ തന്നെ ലൈറ്റ് UPI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 2000 രൂപ വരെ ഗൂഗിൾ പേൻ്റെ വാലറ്റിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 2000 അല്ല 2000 റുപ്യ വരെ നമുക്ക് ഇടാം. അപ്പോൾ ഒരു ഡെയിലി നമ്മളൊരു 300-400 രൂപ ഈ വാലറ്റ് ഇട്ടാൽ ഇതുപോലെ ഈ 5, 7, 3 ഒക്കെ കൊടുക്കാനുള്ള ആളുകൾക്ക് കണ്ടക്ടർമാരുടെ കയ്യിൽ ചില്ലറ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് UPI ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ പിന്നടിക്കേണ്ട കാര്യമില്ല. എത്രയാണോ 7 ആണെങ്കിൽ 7 എന്ന് അടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്നാണ്ട് പേ ചെയ്ത് കൊടുത്താൽ ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. പൊതുവേ ഒരൊറ്റ ബസ്സിലും ഗൂഗിൾ പേ സിസ്റ്റം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചില്ലറ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതുമില്ല. അവർക്ക് കറക്റ്റ് പൈസ കിട്ടണം. ഈ കയറുന്ന ആളുകൾ മുഴുവനും കറക്റ്റ് ചില്ലറയും കൊണ്ട് കയറുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവർ ബിസിനസ് നടത്തുന്നത് അവരാണ്. അവരുടെ കയ്യിൽ ചില്ലറ വേണം. അല്ലാതെ കയറുന്ന ആളുകളുടെ കയ്യിൽ മുഴുവനും ചില്ലറ വേണമെന്ന് ഒരു വാശി പിടിച്ചാൽ എങ്ങനെ? അവരുടെ കയ്യിൽ ചില്ലറ വേണ്ടേ? അതുണ്ടാവില്ല. കയറുന്ന ആളുകൾ മുഴുവനും കറക്റ്റായിട്ട് ചില്ലറ കൊടുക്കുക ചെയ്യണം. ഓക്കെ, ഒരു 15 രൂപ ടിക്കറ്റ് ഉള്ളവിടത്തേക്ക് 500 രൂപയുടെ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ശരിയാണ്, ചില്ലറ ഉണ്ടാവില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ചില കണ്ടക്ടർമാരൊരു നോട്ടം നോക്കും. നമ്മളെ കൊല്ലോന്ന് വരെ നമുക്ക് തോന്നും. ആദ്യം നോട്ടാണ്. ചിലർ ശരിക്കും പറയും 500 റുപ്യ ഇവിടെ ചില്ലറ എന്ന് ചോദിക്കും. ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അത് ഓക്കെ, 15 ഉള്ളിടത്ത് 500 കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ നമ്മളെന്തിനാണ് ഇവരോട് ഈ ചില്ലറ ചോദിക്കുന്നത്? എന്തിനാണ്? ഇപ്പം നമ്മൾ ഒരു ബസ്സിൽ കയറി, ആ ബസ്സിൽ 15 രൂപയായിരുന്നു ടിക്കറ്റ്. അങ്ങനെ നമ്മൾ 20 കൊടുത്തു, ബാക്കി ആൾ 5 വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ബസ്സിൽ കയറുന്ന സമയത്ത് അയാളും ചോദിക്കും, കണ്ടക്ടർ ചോദിക്കും 5 ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ ബാക്കി എത്രയാണോ ചില്ലറ നമ്മൾ ചോദിക്കുന്നത് അടുത്ത ബസ്സിൽ കയറുമ്പോൾ ചോദിക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ 5 റുപ്യ 7 റുപ്യ കൊണ്ടും ഈ ചില്ലറ പൈസ കൊണ്ടൊന്നും ഇപ്പോൾ നമ്മൾ വീടെടുക്കാനോ അല്ലെങ്കിൽ വണ്ടി വാങ്ങാനോ ഒന്നുമല്ല. അതിപ്പോൾ അവർക്കും അറിയാം. പക്ഷെ നമ്മൾ രണ്ടാമത് ആ പൈസ ചോദിക്കുമ്പോൾ പിന്നെ വേറെ ട്യൂണ് മാറുകയാണ് മൊത്തത്തിൽ. തരാന്നല്ല പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പം അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇയാൾക്കിപ്പോൾ എൻ്റെ 2 റുപ്യ കിട്ടിയിട്ട് എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ 5 റുപ്യ കിട്ടിയിട്ട് ഇപ്പോൾ ഇയാൾക്ക് എന്തുണ്ടാക്കാനാണെന്നുള്ളത്. ഒന്നും ഉണ്ടാക്കാനായിട്ടില്ല, ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രൂപത്തിൽ എത്ര ആളുകൾ ഒരു ദിവസം
ഇവരുടെ ബസ്സിൽ കയറും. ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോൾ തന്നെ ഈ ആപ്പവണ്ടി ഭയങ്കര ശല്യമാണ്. അത് പോണ പോക്കിലല്ല, ഭയങ്കര ശല്യമാണത്. ഒരു ജാതിരി ശബ്ദമാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരാൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് ഈ കണ്ടക്ടർമാർക്ക് എത്ര രൂപ അവസാനം വൈകുന്നേരമാകും എത്ര രൂപ കിട്ടുന്നുണ്ടാകും? ഡ്രൈവർമാർക്ക് ഒരു പക്ഷേ അന്നാന്നത്തെ ദിവസത്തെ കൂലി മാത്രമായിരിക്കും അവർക്ക് കിട്ടുക. മുതലാളിക്കാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ കണക്ക് എത്ര ആൾ കയറി ഇറങ്ങി ആ പൈസ കിട്ടും. ഈ പൈസ മുഴുവനും കിട്ടുന്നത് കണ്ടക്ടർമാർക്കായിരിക്കും. ഈ രൂപത്തിൽ ഒരാളെ കയ്യിൽ നിന്ന് 2 രൂപ വെച്ചോ 3 രൂപ വെച്ചോ നിങ്ങൾ കൂട്ടിക്കോ, എന്നാൽ തന്നെ എത്ര റുപ്യായി? ഇപ്പൊ എനിക്ക് 7 രൂപ വരെ കിട്ടാനുള്ള ചില ബസ്സുകളുണ്ട്. ഒരു ബസ്സിൽ ഇതുപോലെ 7 റുപ്യ തരാണ്ടായിട്ട് ഞാൻ ചോദിച്ചല്ലോ. അപ്പൊ 2 തന്നു, 5 പിന്നെ തരാന്ന് പറഞ്ഞു. ആ 5-ന് 5 പോയി. ഈ രൂപത്തിൽ 37 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അവസാനം ഇവിടെ ഒന്ന് കൂട്ടി നോക്കുമ്പോഴാണ് നല്ലൊരു സംഖ്യ നമുക്ക് കിട്ടാനുള്ളതായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ഗൂഗിൾ പേ സിസ്റ്റം ഏതായാലും ഇല്ല, അല്ലെങ്കിൽ ബാക്കി നമുക്ക് ഗൂഗിൾ പേ സിസ്റ്റം ചെയ്തരോ അതുമില്ല. എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഇവരിതൊന്നും ചെയ്യൂല. അപ്പൊ ഇവർക്കിത് വൈകുന്നേരം നല്ലൊരു തുക ആർക്ക് കിട്ടുന്നുണ്ട്? കണ്ടക്ടർക്ക് കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് എത്ര ആളുകൾ ഒരു ദിവസം ബസ്സിൽ കയറി ഇറങ്ങുന്നുണ്ടാകും. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കയറുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, ഇന്ന് 5 രൂപ തരാണ്ട് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കയറുന്ന സമയത്ത് പറയാൻ കഴിഞ്ഞ ഇന്നലെ 5 രൂപ തരാണ്ടായിരുന്നു, അധികം എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇനി വേറൊരു കാര്യം നമുക്ക് പറയാം. ഇപ്പൊ ഇവര് ഈ സ്കൂൾ കുട്ടികളുടെ മെക്കെട്ട് ഇവര് കയറുന്നുണ്ട് കുറഞ്ഞ പൈസ കൊടുത്തിട്ട്, അല്ലെ? ഇതിനൊന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ സാധാരണ ഒരാൾ കയറിയാൽ 15 രൂപ ടിക്കറ്റ് ഉള്ളിടത്തേക്ക് നമ്മളെ കയ്യിൽ ചില്ലറല്ല, ആകെ 10 ഉള്ളൂ. പിന്നെ 100-ന്റെ 200-ന്റെ നോട്ടാണ് എന്ന് കരുതാം. അപ്പൊ നമ്മൾ ആ 10 കൊടുത്തു. അപ്പൊ ഇവര് പറച്ചിലുണ്ട് 15 അല്ലെങ്കിൽ 13 ടിക്കറ്റ് എന്ന് പറയും. അവിടെ യാതൊരു വിട്ടുവീഴ്ച അവർ ചെയ്യൂല, കറക്റ്റ് അവരത് വാങ്ങും. എന്നാലോ നമുക്ക് കിട്ടാനുള്ളിടത്തേക്ക് യാതൊരു മൈൻഡും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിങ്ങനെ ചോദിക്കണം അവരോട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പിന്നെന്താണ് ജീവിച്ച് പോട്ടെ, പെടാപ്പാട് പെടാണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബസ്സിൽ കിടന്ന് തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങനെയൊക്കെ ജീവിച്ച് പോട്ടെ, കുടുംബ മക്കളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്നുള്ളതൊക്കെ ചിന്തിക്കണം. പക്ഷെ ഇത് ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഈ രൂപത്തിൽ ഇവർ ഉണ്ടാക്കുകയാണെങ്കിൽ ജീവിച്ചു പോകലും മാത്രമല്ല, അത് ആഡംബര ജീവിതമാകുന്നുണ്ട്.